ജോർജ് ജോസഫ് മുൻ എസ് പി കൂടി നമ്മോട് പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ ഈ വാർത്ത താങ്കളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇപ്പോൾ അല്പസമയം മുൻപ് മുതൽ ജനൻ ടി വി നൽകുന്ന വാർത്ത ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ അങ്കിത് അശോക് IPS എന്ന ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമൊക്കെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരികയും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നടപടിയെടുക്കും എന്ന് പറയുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അത്തരത്തിലുള്ള ആവശ്യം സർക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ അങ്കിത് അശോക് എന്നൊരു ഉദ്യോഗസ്ഥൽ മാത്രമായി ഇതിൻ്റെ പാപഭാരം മുഴുവൻ നൽകി അങ്ങനെ ഒതുക്കി തീർക്കാൻ കഴിയില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. കാരണം ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ 2 ദിവസം പൂര ദിവസവും അതിനുശേഷമൊക്കെ തൃശ്ശൂരിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നു. IG-ക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങളില്ല എന്ന് പറയുന്നു. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ എവിടെയൊക്കെയോ ചില പൊരുത്തക്കേടുകൾ തോന്നില്ലേ സാർ? എങ്ങനെ വിലയിരുത്തുന്നതിനെ? ഏതായാലും മലയാളിയുടെ സാംസ്കാരിക അഭിമാനത്തിന് ഒരു കോട്ടം തട്ടി പോലീസിന് നടപടികളുണ്ട്. ഒരിക്കലും നമ്മൾ പൂരത്തിനകത്ത് നമുക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലാ ആഭാരവൃത്ത ജനങ്ങളും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് ആ പൂരത്തിന്റെ ആ തിടമ്പ് കേൾക്കുന്ന തമ്മില് ആദ്യത്തെ വടക്കനടയെന്ന് എഴുന്നള്ളത്തോ അത് തുടങ്ങുന്ന അന്നേരം പോലെ ജനലക്ഷങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇലഞ്ഞിത്തറ മേളവും നമ്മളൊക്കെ എന്തുമാത്രം ആ രീതിയിൽ ആസ്വദിക്കുന്നവർ. എല്ലാ ജാതി മതത്തിലും അങ്ങനെയല്ലേ. അപ്പോൾ അവിടെ പൂരം നടക്കാതെ പറഞ്ഞ പൂരത്തിന്റെ വിസ്മയ കാഴ്ച കാണാനാണ് ലക്ഷോപലക്ഷം ജനങ്ങൾ അവിടെ കൂടുന്നത്. അത് ഓൺലൈനിൽ കാണുകയാണ് ഇന്ത്യയിലും വിദേശത്തുമുള്ള ധാരാളം വിദേശികളുമാണ് വന്നിരിക്കുന്നത്. ഈ പൂരത്തിന്റെ മാഹാത്മ്യം നമ്മുടെ തൃശ്ശൂർക്കാരുടെ മാത്രമല്ല, കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ്. അത്ര ചിട്ടയോടെ നടക്കുന്നതാണ്. ഇന്ന് വരെ പൂരം അലങ്കോലപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാര്യം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഈ കാളപ്പോരുണ്ട് ഈ തമിഴ്നാട്ടില് വളരെയധികം ആൾക്കാർക്ക് പരിക്കേൽക്കുന്നുണ്ട്. ചിലര് അത് 1-2 പേര് കൊല്ലപ്പെട്ട സംഭവങ്ങളും ഉണ്ട്. പക്ഷെ അവരത് നിർത്തൂല. അത് നിർത്താനും പലരും പല പണിയും നോക്കി. സുപ്രീം കോടതി അവസാനം എന്താണ് അത് നടത്തണമെന്നല്ലേ വിധിച്ചത്. അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മുടെ മലയാളിയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് തൃശ്ശൂർ പൂരം. ആ പൂരത്തിന്റെ ഏറ്റവും പരിസമാപനം അതിന്റെ വിസ്മയകരമായ വെടിക്കെട്ടാണ്. വളരെ കളർ വിസ്മയം ആകാശത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിദേശികളും എല്ലാവരും. ഇത്തവണ BBC അവർ കംപ്ലീറ്റ് അവരുടെ ഇന്ത്യയിലെ എല്ലാവരും എത്രയോ ക്യാമറകളും നിരത്തി BBC-ക്കാരും വന്നിരുന്നു. കാരണം അത് വിദേശത്തേക്ക് ലോകം മുഴുവൻ ഇതെത്തും നമ്മുടെ. അപ്പൊ അവരും അതിന് ഇത്തവണ തയ്യാറായി നിരാശരായി പോയി. പൂരത്തിന്റെ വെടിക്കെട്ട് പകലും നടത്തുന്ന ചരിത്രത്തിൽ കേട്ടിട്ടില്ല. അങ്ങനെ ചിന്തിക്കാനും കഴിയില്ല. അങ്ങനെയുള്ള ഒരാൾക്കാണ് IPS കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഇവർക്ക് IPS കൊടുത്തിരിക്കുന്നത്? ഇവർക്ക് ഇവിടുത്തെ സംസ്കാരം അറിഞ്ഞൂടെ? ആരാണ് അവരെ നിയന്ത്രിക്കുന്നത്? DGP ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അയാളുടെ ധാർഷ്യം, അയാൾക്ക് കേരളത്തിന്റെ തനിമ, കേരളത്തിന്റെ സംസ്കാരം അറിയാത്ത ഒരാളെ നമുക്ക് ആവശ്യമില്ല. അങ്ങനെ ഒരു IPS-കാരൻ ഇവിടുത്തെ സ്ഥലം വിട്ടു പോകണം. അങ്ങേരുടെ ധാർഷ്യം കൊണ്ടല്ലേ പകല് ആ പൂരം കഴിഞ്ഞ് ലക്ഷം ആൾക്കാർ ഇരുന്നു. രാത്രി 3 മണിക്കാണല്ലോ എല്ലാ വർഷങ്ങളും നമുക്കറിയാം പൂരത്തിന്റെ വെടിക്കെട്ട് തുടങ്ങുന്നത്. ആ മത്സരിച്ചുള്ള വെടിക്കെട്ട് നമ്മൾ കണ്ട് എത്ര നയനമനോഹരമായ കാഴ്ചകൾ ഈ വർഷം ഇല്ലാതെ. വളരെ സങ്കടകരമായ ഒരു സംഗതിയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അതൊന്നും ആർക്കും ഇതിനകത്തൊന്നും ഒഴിഞ്ഞു മാറാൻ. അതിനകത്ത് രാഷ്ട്രീയം ഒന്നും ആരും കലർത്തരുത്. നമുക്ക് രാഷ്ട്രീയമല്ല. കലർത്തുന്നവരുണ്ടാവും, നമ്മളത് ഇഗ്നോർ ചെയ്ത് കളയണമെന്നാണ് പറയുന്നത്. നമുക്ക് പൂരം ആഘോഷിക്കണം. അത് വടക്കുംനാഥ ക്ഷേത്രത്തില് അവിടെ പൂരത്തിന്റെ ആഘോഷം തുടങ്ങുന്ന ആ 2-3 ദിവസം മുമ്പ് മുതലേ ആൾക്കൂട്ടമാണ് അവിടെ. ഇന്ന് വരെ അവിടെ ചില അടിപിടിയൊക്കെ ഉണ്ടായെങ്കിൽ അതൊക്കെ തടഞ്ഞു നിർത്തി പൂരം നടത്താനുള്ള ശ്രമമാണ് ഒരു IPS ഉദ്യോഗസ്ഥൻ ശ്രമിക്കേണ്ടത്. അതാണ് അവരുടെ ഉത്തരവാദിത്വം. അല്ലാതെ പൂരം നടത്തി ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാവും, കത്തിക്കുത്തുണ്ടായി, അടിപിടി ഉണ്ടായി എന്ന് പറഞ്ഞ് പൂരം നിർത്താൻ പറ്റുമോ? ഇതൊക്കെ എന്താണ് ഇവരുടെ? കാരണം അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മിടുക്ക് കാണേണ്ടത്. അവിടെയാണ് കത്തിക്കുത്തും അടിയൊക്കെ ഉണ്ടാവും. അവരെ മാറ്റിക്കൊണ്ടുപോകും. പൂരം നമ്മൾ ആഘോഷിക്കും, ആ പോലീസ് ഉദ്യോഗസ്ഥനും ആഘോഷിക്കും. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അല്ലാതെ ലോ ആൻഡ് ഓർഡർ നന്നാക്കാൻ വിചാരിച്ചിട്ട് പൂരം നിർത്തിവെക്കുന്ന ഒരു ചിന്താഗതിയുള്ളവന്റെ തലയ്ക്കകത്ത് ആളുതാമസം ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിശക്തമായ നടപടി ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര്. കാരണം അവരുടെ തലയിൽ ചിലപ്പോൾ അവരുടെ ADGP-മാരോ DGP-മാരോ ഒക്കെ അവരുടെ തലയിലോട്ട് കയറും. അതല്ല, ഒരാളൊരു ഇൻഡിപെൻഡന്റ് ഈ നിയമവിരുദ്ധമായ ഒരു നടപടിയിലേക്ക് ഒരു IPS ഓഫീസർ പോകരുത്. അതിനാണ് ഇവർക്ക് IPS കൊടുക്കുന്നത്. നമ്മൾ അവരെ ബഹുമാനിക്കുന്നത്. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കാണിച്ച്
ഒരു ഐ.പി.എസ് ഉദ്യോഗസ്ഥനെ ബഹുമാനിക്കാൻ പറ്റില്ല. അയാളെ മടക്കി സെന്ററിലോട്ട് അയക്കണമെന്നാണ് ഞാൻ പറയാം. ചെറുപ്പക്കാരനായാലും ആരായിക്കോട്ടെ. കാണിച്ചത് അല്ല സാർ, അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹം കാണിച്ച ധാർഷ്ട്യമൊക്കെ ദൃശ്യങ്ങൾ സഹിതം എടുത്തോണ്ട് പോടാ എന്നൊക്കെ അവിടെ എത്തുന്ന ആളുകളോട് ആക്രോശിക്കാൻ അദ്ദേഹം ആരാണ് എന്ന ചോദ്യമൊക്കെ എന്തായാലും ഉയർന്നു കഴിഞ്ഞു. അദ്ദേഹത്തിനെതിരെ നടപടിക്ക് ഇപ്പോൾ ശുപാർശയും വന്നു. അത് അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട മറ്റു ചില ചോദ്യങ്ങളൂടെ ഉണ്ടല്ലോ ശ്രീ ജോർജ് ജോസഫ്. അവിടെ എം.ആർ. അജിത് കുമാർ എന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP തൃശ്ശൂരിൽ ഉണ്ടായിട്ടും അദ്ദേഹം ഈ കാര്യങ്ങൾ ഇന്നലെ ഒരു മാധ്യമത്തിന് നൽകിയ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ മറുപടിയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും താൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP തലസ്ഥാനത്തല്ലുണ്ടായിരുന്നത് തൃശ്ശൂരിൽ അദ്ദേഹം ക്യാമ്പ് ചെയ്തിട്ടും അവിടെ നടന്ന പ്രശ്നങ്ങൾ അറിഞ്ഞില്ല. അവിടെ ഉദ്യോഗസ്ഥർക്ക് വേണ്ട പതിവ് ബ്രീഫിംഗിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ആ പ്രദേശത്തേക്കേ അദ്ദേഹം പോയിട്ടില്ല. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അവിടെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. കോർപ്പറേഷനിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടായി. തൃശ്ശൂർ പൂരം നടക്കാതിരിക്കാൻ ഒരു ചെറിയ ഐക്യസുകാരൻ വിചാരിച്ച നടക്കുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വലിയ ഒരു സിവിൽ ലയബിലിറ്റി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. എത്ര ലക്ഷം രൂപയാണ് രണ്ട് ദേവസ്വം ബോർഡിന് അവിടുത്തെ പാറമേക്കാർ അവർക്ക് നഷ്ടമുണ്ടായത്. വെടിക്കെട്ട് നടക്കാതെ അത് പകല് കത്തിച്ച് നശിപ്പിച്ച് കളയുകയും ചെയ്തതിന് അവർക്ക് ഭീമമായ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് ആരാണ് കൊടുക്കുന്നത്? ദേവസ്വത്തിന് കൊടുത്തേ പറ്റുള്ളൂ. അത് എനിക്ക് തോന്നുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ അവിടെ ഈടാക്കുന്നതായിരിക്കും നല്ലത്. അതിലോട്ട് വരും കാര്യങ്ങൾ.